ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് അധികായന്മാർ തമ്മിലുള്ള വാക്പോര് പാർലമെന്റിന് അകത്തും പുറത്തും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പാർലമെന്റിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് പിന്നാലെ കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തിലും ദേശീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചോദ്യങ്ങളെ നേരിടാൻ പ്രധാനമന്ത്രിക്ക് ഭയമാണെന്നും സത്യത്തെ നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം നുണകളിൽ അഭയം പ്രാപിക്കുന്നതെന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു രാഹുലിന്റെ ഈ കടന്നാക്രമണം. ചോദ്യങ്ങളിൽ ഇത്രയേറെ പരിഭ്രാന്തിയോ? മോദി സത്യത്തെ ഭയപ്പെടുന്നു, നുണകളിൽ അഭയം പ്രാപിക്കുന്നു. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത് എന്ന് രാഹുൽ കുറിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്ന ഇടയിലാണ് രാഹുലിന്റെ ഈ പരസ്യ പ്രതികരണം പുറത്തു വരുന്നത്. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന് മറുപടി നൽകിക്കൊണ്ട് 95 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യം വെച്ചിരുന്നു. രാഹുൽ ഗാന്ധിയെ യുവരാജാവെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് സഭയിലെ പെരുമാറ്റത്തിലൂടെ പുറത്തു വരുന്നതെന്ന് മോദി പരിഹസിച്ചു. മുൻകാല കോൺഗ്രസ് സർക്കാരുകളുടെ അഴിമതി കഥകൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ കാലത്ത് കരാർ എന്ന വാക്കിന് അർത്ഥം ബൊഫോഴ്സ് എന്നായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. എന്നാൽ തന്റെ ഭരണകാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വലിയ തൊഴിലവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കട തുറക്കുമെന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് പുറത്ത് മോദിയുടെ ശവക്കുഴി തോണ്ടും എന്ന മുദ്രാവാക്യം മുഴക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വൈരുദ്ധ്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെയും ഇറങ്ങിപ്പോക്കിനെയും പ്രധാനമന്ത്രി നിശിതമായി വിമർശിച്ചു. പ്രതിപക്ഷം ചോദ്യങ്ങളിൽ നിന്ന് ഓടിക്കളയുകയാണെന്ന് പ്രതിഷേധിച്ച് തളർന്നുകൊണ്ടാണ് അവർ സഭ വിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവർക്ക് സത്യത്തിൽ നിന്ന് എന്നെന്നും ഒളിച്ചോടാൻ കഴിയില്ല. ഇന്ത്യ എന്ന് ലോകം ആദരിക്കുന്ന സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. കായിക ശാസ്ത്ര രംഗങ്ങളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയെ അംഗീകരിച്ചു കഴിഞ്ഞു. പണപ്പെരുപ്പം കുറയ്ക്കാനും സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനും തന്റെ സർക്കാരിന് സാധിച്ചുവെന്നും ഈ വികസന കുതിപ്പിന് പിന്നിൽ രാജ്യത്തെ ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഭരണപക്ഷം തടസ്സപ്പെടുത്തിയത് വലിയ ബഹളത്തിനും കാരണമായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങുകയും പിന്നീട് പ്രധാനമന്ത്രിയുടെയും രാജ്യസഭാ പ്രസംഗം ബഹിഷ്കരിക്കുകയും ചെയ്തത്. എന്നാൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി ഹാജരാക്കാത്തതിനെ തുടർന്ന് സ്പീക്കർ ഓം ബിർള നൽകിയ വിശദീകരണം മറ്റൊരു വിശദീകരണത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിക്ക് നേരെ ശാരീരികമായ ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് സ്പീക്കർ ഉന്നയിച്ചത്. സ്പീക്കർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ വരാതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടാകുന്നത് അസാധാരണമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലും ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രയോഗം ശബ്ദവോട്ടോടെ പാസാക്കി. പ്രതിപക്ഷമുയർത്തിയ ഭേദഗതികളെല്ലാം തള്ളിക്കൊണ്ടാണ് സർക്കാർ പ്രമേയം പാസാക്കിയെടുത്തത്. പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്കും ജനകീയ പ്രശ്നങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെയും പഴയകാല ചരിത്രങ്ങൾ ചർച്ചയാക്കിയും പ്രധാനമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അദാനി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി മൗനം പാലിച്ചതാണ് സത്യത്തെ ഭയപ്പെടുത്തുന്നു എന്ന രാഹുലിന്റെ വിമർശനത്തിന് ആധാരം കൂട്ടിയത്. ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും BJP സർക്കാർ അട്ടിമറിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടും ഇന്ത്യയുടെ വികസനത്തെ തടയാൻ ശ്രമിക്കുന്ന വിനാശകരമായ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതെന്ന നരേന്ദ്രമോദിയുടെ നിലപാടും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പാർലമെന്റിലെ നടപടിക്രമങ്ങൾ പോലും കൃത്യമായി പാലിക്കപ്പെടാത്ത തലത്തിലേക്ക് ഭരണപ്രതിപക്ഷം ബന്ധം വഷളായിരിക്കുന്നു. സ്പീക്കറുടെ വെളിപ്പെടുത്തലുകളും പ്രധാനമന്ത്രിയുടെ നീണ്ട പ്രസംഗവും അതിന് മറുപടിയായിട്ടുള്ള രാഹുലിന്റെ എക്സ്പോസ്റ്റും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്നത് ഉറപ്പാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട പാർലമെന്റ് വേദി വെറും രാഷ്ട്രീയ വാക്പോരുകൾക്കായി വഴിമാറുന്നത് ജനാധിപത്യത്തിന് തിരിച്ചടിയാകുന്ന ആശങ്കയും ഉയരുന്നുണ്ട്.